എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പൂർത്തി നമ്മുടെ ലഹരി വിരുദ്ധ യാത്ര SKN40 ലഹരി വിരുദ്ധ യാത്ര 11 ജില്ലകൾ പൂർത്തിയാക്കിയതായത് 12ാമത്തെ ജില്ലയിലാണ്. സംഭവം പേരെന്തോ? മാളവിക, ഗായത്രി, സവിത, സഞ്ജന, വിസ്മയ, അയന, ഗൗരി. പറയുന്നത് എന്താണ്? ശിരസുയർത്തി പറയുക ഞങ്ങളുടെ ലഹരി അടിമകളല്ല. അപ്പൊ ശിരസുയർത്തി പറയേണ്ട ഒരു കാലമാണ്. അപ്പൊ ആ കാലം നമ്മുടെ യാത്ര അങ്ങനെ വയനാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എക്സ്പോയിലാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വയനാട് നടക്കുന്ന ഒരു എക്സ്പോയിലാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാട് എക്സ്പോയിലാണ്. വയനാട് എക്സ്പോ എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസമായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വയനാട് ജില്ലാ കമ്മിറ്റി വയനാട് ഫെസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു പരിപാടി, വലിയൊരു ബൃഹത് പരിപാടി സംഘടിപ്പിക്കണം. അതിന്റെ ഭാഗമായാണ് ഇവിടെ വയനാട് എക്സ്പോ നടന്നത്. വലിയൊരു പരിപാടിയാണ്. അതാ ഇവിടെ എവിടുന്ന എക്സ്പോ ആണ്. കണ്ടോ? കുറെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഗംഭീരം. ഇവിടുന്ന് മത്സ്യസേനയെ കൊണ്ടുവന്നോ? കണ്ടോ? ഇവിടെ അസ്ഥികൂടൊക്കെ കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഹ്യൂമൻ അനാറ്റമി, തുറന്ന മനുഷ്യരീരത്തിനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. തുറന്ന മനുഷ്യ അനാറ്റമി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഹായ് അതാണ്ട് ഇവിടെ തലച്ചോറും ഈ പറയുന്ന കരളും പ്ലീഹയും ഒക്കെ ആയിട്ട്. എന്ത് ക്യാമറ പോയോ? ആ പോട്ടെ, ക്യാമറമാൻ കാണിച്ചില്ല, പോട്ടെ. ഒരുപാട് എക്സ്പോ കാണാൻ വേണ്ടി വന്നോ? അല്ല, ഞങ്ങള് ഗംഭീര പരിപാടി അല്ലേ? ഗംഭീര പരിപാടി. കഴിഞ്ഞ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായോ? തുടങ്ങിയിട്ട് 2 ആഴ്ച പൂർത്തിയായി. ഈ മത്സ്യസൈനിക പരിപാടിയൊക്കെ ആദ്യമായിട്ട് ഇവിടെ തോന്നുന്നു. മത്സ്യസൈനിക പരിപാടി ഇവിടെ ആദ്യമായിട്ട്. അപ്പൊ ഇവിടെ മത്സ്യസൈനിക ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അക്വേറിയത്തിനകത്ത് എങ്ങനെയാണോ മത്സ്യസൈനിക റിയൽ ഒന്നുമല്ല എങ്കിൽ കൂടി അതിന്റെ ഒരു ആ രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള ഗംഭീരമായ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനും SKN ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതാണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വയനാട് ദുരന്തം നടന്ന വയനാട് വല്ലാത്തൊരു മൂഡിലേക്ക് പോയ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ വയനാടിനെ എനർജൈസ് ചെയ്യാൻ, ഉണ്ടായ ദുരന്തത്തിന്റെ വലിയ ഞെട്ടൽ മുക്തമാക്കാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ഈ വ്യാപാരി വ്യവസായത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കൂട്ടം വ്യവസായികളുടെ സംഘടന അപ്പുറത്തേക്ക് സോഷ്യൽ പാരാമീറ്റേഴ്സ് ഒരുപാടുള്ള സംഘടനയാണ്. നമ്മൾ മുണ്ടക്കൈ ചുരമല സമയത്ത് നടന്നതാണ്. അങ്ങനെ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അതുപോലെ ഓരോ വിജയങ്ങൾ ഉണ്ടാകുമ്പോഴും സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായം. അപ്പോൾ അവരുടെ ഒരു എക്സ്പോ കൂടിയാണ്. വർഷം ഇപ്പോൾ നടന്നപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളുടെയൊക്കെ വലിയൊരു ക്യൂ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പ് അങ്ങനെ ഒരുപാട് ആളുകൾ ചുറ്റുവിടെ ഉണ്ട്. അപ്പൊ ഈ മുണ്ടക്കൈ ചുരൽമല ദുരന്തം നമുക്കറിയാം. അപ്പൊ നടന്നിട്ട് ഇപ്പോൾ മാസങ്ങളാവുന്നുണ്ട്. സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിലൊന്നാണ്. നാട് വല്ലാതെ വിറങ്ങലിച്ചു പോയി. ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം ആ വിറങ്ങലിപ്പിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കരകയറ്റിയെടുക്കുക, വയനാടിനെ ബാക്ക് ടു നോർമൽ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വളരെ നല്ലൊരു ഉദ്യമമാണ് വയനാട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലഹരിക്കെതിരെ ഇവിടെയുള്ള എക്സ്പോ. അതിലേക്ക് നമ്മൾ വരികയാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് എന്താണ്? SKN40 നമ്മുടെ അരുത് ലഹരി അരുത് അക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 10 ജില്ലകൾ പൂർത്തീകരിച്ച് 11ാം ജില്ലയായ വയനാട് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ വയനാട്ടിൽ നമ്മുടെ അവസാനത്തെ പരിപാടിയാണ്. അതെ, ഈ ബോണ്ടിന് പ്രത്യേകത കൂടിയുണ്ട്. ഇത് വ്യാപാരസ്ഥയുടെ മാത്രമല്ല 76-77 SSLC ബാച്ചിന്റെ കൂട്ടായ്മ. അതുകൊള്ളാം. നിങ്ങൾ എവിടെ പഠിച്ച? പഠിച്ച 10ാം ക്ലാസ് പഠിച്ച ഒരു ബാച്ചാണ് ഇവരെല്ലാവരും. ഈ ബാച്ച് ഇത്ര പേരെ ഉള്ളൂ. വന്നതുകൊണ്ട് ഇത്ര പേരെ വന്നിട്ടുള്ളൂ. എല്ലാ വർഷവും കൂടാറുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ടൂർ ഉണ്ട്, കൂടാറുണ്ട്. ഗംഭീര പരിപാടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ജനറൽ ബോർഡിൽ തീരുമാനിച്ച കാര്യമാണിത്, ലഹരിക്ക് എതിരെ പ്രവർത്തിക്കണമെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ട് തരാനോ ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്യാങ് ആയിട്ട് വന്നത്. ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ഗ്രാമത്തിലും നഗര ഭേദമില്ലാതെ എല്ലായിടത്തും ഈ സാധനം ഭയങ്കര അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മിക്കവർക്കും ഗ്രാഹ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന വിപത്തുകൾ ചിന്തിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ സിറ്റികളിലൊക്കെ ആളുകൾ ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ പോയിട്ട് ഇങ്ങനെ കിറങ്ങി അങ്ങനെ ഇരിക്കുന്ന കാണാം, വെറുത്ത് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന കാണാം. പക്ഷെ അതൊക്കെ നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ അധികം കാണും. ഇവര് 2 പ്രാവശ്യം പിടിച്ചിരുന്നു, അല്ലെ ഇതിന് മുമ്പ് 3 പ്രാവശ്യം പിടിച്ചിരുന്നു. പിന്നെ അവരെ വിട്ടതുകൊണ്ടല്ലേ വീണ്ടും ഇങ്ങനെ പോരാ. ഇതൊരു കാര്യം, ഏതൊരാളെ പിടിച്ചാൽ ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒരു ന്യൂസ് കണ്ടു, 2 പേരെ MDMA ആയിട്ട് പിടിച്ചു. അവര് ഇതിനു മുമ്പ് പിടിച്ചിരുന്നു. അതൊരു വല്ലാത്ത സങ്കടമുണ്ട്. MDMA ആവട്ടെ കഞ്ചാവട്ടെ ഈ ചെറിയ അളവിൽ പിടിക്കുന്നവരെയും വിടുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വയനാട്ടിലൂടെ കടന്നു പോകുന്നതും
വയനാട്ടിലൂടെയാണ് ഏറ്റവും ഈ സാധനങ്ങൾ കടന്നു പോകുന്നത്. വയനാട് ഒരു ട്രാൻസിറ്റ് ഏരിയ ആണ്, ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. വരുന്നൊക്കെ എങ്ങനെ ബാംഗ്ലൂർ വഴി വരുന്നൊക്കെ അങ്ങനെയാണ്. കർണാടക എല്ലാം നമ്മളെ ബോർഡർ അല്ലേ. നമ്മൾ ബാവലി ചെക്ക് പോസ്റ്റിൽ പോയത്. ബാവലി ചെക്ക് പോസ്റ്റ് ഇപ്പോൾ അവിടെ എക്സൈസിനൊക്കെ അംഗസംഖ്യം കുറവാണ്, സംവിധാനങ്ങളും കുറവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അപ്പുറത്ത് കാട്ടിക്കൂടൊക്കെ ഏതൊക്കെ വഴി കൂടെ വരുന്നത് പറയുന്നുണ്ട്. അവര് നേരെ കുറെ മുമ്പേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാട്ടിക്കൂടെ വരികയാണ്. അപ്പൊ ഇവർക്ക് പിടിക്കാനും പറ്റും. വഴിക്ക് വരിക പല വഴിയൂടെ വന്ന് പുഴയിൽ കൂടെ തോണിയിലൂടെ വന്നിട്ടാണ് ഈ കച്ചവടം നടക്കുന്നത്. വൈരക്കുപ്പ തോണി. ലഹരി വിപത്തിനെതിരെ 24 ന്യൂസ് ചാനലും SKയും എടുത്ത ഈ ഒരു തീരുമാനം വളരെ നല്ലതാണ്. ഇത് വളരെ നല്ല ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത്. വലിയ സ്വീകരണം ഉണ്ടോ? നമ്മൾക്ക് എല്ലായിടത്തും നമുക്ക് മാത്രം കിട്ടുന്ന സ്വീകരണം അത് വിഷയം ഉയർത്താനുള്ള സ്വീകരണം. ഈ ഒരു വലിയ ഒരു വിഷയമാണ്. ആ വിഷയത്തെ ലഹരിയിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറയെ മാറ്റിയെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും സമൂഹം ഇപ്പൊ ഇവരെ 50 വർഷമാണോ? അപ്പൊ അന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ തമ്മിൽ വ്യത്യാസമുള്ളതായി തോന്നുന്നുണ്ടോ ഈ കാര്യത്തിലൊക്കെ? എന്താ ഇന്നത്തെ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ സാറന്മാരെ കണ്ടാൽ പേടിയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളെ കണ്ടാൽ സാറന്മാർക്ക് പേടിയാണ്. വിഷുവാണ്. അതായത് അന്ന് അധ്യാപകരൊക്കെ ഇവർക്ക് പേടിയായിരുന്നു, ഇന്നത്തെ പിള്ളേർക്ക് പേടിയില്ല. 50 വർഷം അധ്യാപകർ പിള്ളേരെ പേടിയാ. അതാ അവസ്ഥ അല്ലേ? എന്താണ് പേരെന്താ? സിബിൻ. രാവിലെ കൃഷ്ണാടി ഇറങ്ങി. അതെ അതെ, രാവിലെ ഇറങ്ങിയാണോ? രാവിലെ അല്ല, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. 3 മണിയൊക്കെ ആയപ്പോ. വൈകിയാണോ ഉണർന്ന കൃഷ്ണൻ? ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി. ഈ ബാർ ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണം എന്നുള്ളതാണ് നൊസ്റ്റാൾജിയ 76-77 ബാച്ച് SSLC ബാച്ച് SKMJ ഹൈസ്കൂൾ കൽപ്പറ്റയിലെ കുട്ടികൾ പറയുന്നത്. തന്നു കുട്ടികളാ. ഞാൻ ജനിക്കുന്ന 86-ലാണ്. ചെറിയ മോന്റെ പ്രായം. പിള്ളേരാണ്. ഇതിന്റെ പിന്നില് ഏതോ തീവ്രവാദ സംഘടനകളാണ്. അല്ലാതെ ഇന്ന് തന്നെ 1800 കോടി രൂപ പിടിച്ചല്ലോ, ഗുജറാത്തിൽ നിന്ന് പിടിച്ചല്ലോ. ഇതിന്റെ പിന്നിൽ എന്തോ വൻ ശക്തികൾ കളിക്കുന്നുണ്ട്. ഇതൊക്കെ 1800 കോടി പിടിച്ചിട്ട് ആരാന്ന് പറഞ്ഞുകൂടാ. അതെ, തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കണം. ഇന്റലിജൻസും നമ്മുടെ പോലീസും എക്സൈസ് എല്ലാം കൂടെ കണ്ടുപിടിക്കണം. ഇത് ഭാവിയിൽ നമ്മുടെ നാടെല്ലാം നശിച്ചു പോകും. ഞാൻ ശരിക്ക് ലഹരിക്കെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരാളാണ്. ഞാൻ ശരിക്കും ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. ഡൽഹി കൽക്കട്ടയൊക്കെ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എനിക്ക് രാത്രി ഒന്ന് ഉറങ്ങണമെങ്കിൽ ഒരു 90 അടിച്ചാൽ മാത്രമേ ഉറക്കം വരുവുള്ളായിരുന്നു. അപ്പോൾ 50-ാമത്തെ വയസ്സിൽ ആരോഗ്യം സംരക്ഷിക്കണം എന്ന് തോന്നി 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടി ഞാനൊരു മാരത്തൺ ഓട്ടക്കാരനായി മാറി. ഇപ്പം രാത്രി ഉറങ്ങണമെങ്കിൽ എനിക്ക് 5 കിലോമീറ്റർ ഓടിയാൽ മതി. അപ്പോൾ ഈ ഓട്ടം ഒരു ലഹരിയായിട്ട് മാറ്റിക്കൂടെ നമ്മുടെ പിള്ളേർക്കും? അത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് അറിയിക്കണമല്ലോ. ഞാനൊരു വയനാട്ടുകാരനാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ അനുഭവങ്ങൾ ഞാൻ എഴുതിയതാണ്. ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോഴും മദ്യം ഉണ്ടായിരുന്നു, മറ്റു ലഹരിയൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് അല്ല, മദ്യം ലഹരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാനൊരു ലോറി ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഒരു ചെറുതടിക്കാതെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറങ്ങണമെങ്കിൽ 5 കിലോമീറ്റർ ഓടിയാൽ മതി. ലഹരി മാറ്റി ഇപ്പം ലഹരി ഓട്ടത്തിലേക്ക് നമ്മുടെ ഈ പിള്ളേരിലേക്കും ഓട്ടോ ഒരു ലഹരിയാക്കി മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. എന്റെ ജീവിതം അറിയിക്കാൻ വേണ്ടി ഞാൻ ഒരു പുസ്തകം എഴുതിയതാണ്. ഈ സാറിന് പ്രചോദന പുസ്തകമായിരിക്കും എന്തായാലും. നമുക്ക് SK കൊടുത്താലോ? ഞാൻ ഡോക്ടർ നൗഷാദ് ബല്ലിയാൽ. ഇത് നമ്മുടെ ഇന്റർനാഷണൽ സംഘടനയാണ് സീനിയർ ചേംബർ കൽപ്പറ്റ ഗ്രീൻ ലീജിയൻ. ലഹരിക്കെതിരെയുള്ള വളരെ ശക്തിയായ ഒരു പോരാട്ടത്തിലാണ്. പ്രവർത്തനം നടത്തുന്നത് ലഹരിക്കെതിരെ സ്കൂളുകളിൽ പോകുന്നു. കുട്ടികളുടെ, പ്രത്യേകിച്ച് ഞങ്ങൾ സ്കൂളുകളിൽ കുട്ടികളെ ബോധവൽക്കരിക്കുക. പിന്നെ മറ്റ് ഈ സമൂഹത്തിൻ്റെ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, മറ്റെല്ലാവരും യോജിച്ചുകൊണ്ട് എവിടെയൊക്കെയാണോ ഇതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് അതൊക്കെ നിങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ഞങ്ങളൊരു സർവീസ് സംഘടനയാണ്. ഇത് പഴയ JCC കേട്ടില്ലേ? JCC എന്നുള്ള സീനിയർ ചേംബർ വന്നിരിക്കുന്നത് സീനിയർ ചേംബർ ആയതാണ്. പ്രായം കൂടിയവരാണ് ഞങ്ങൾ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനം വയനാട് ജില്ലയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 3 വർഷം മുമ്പ് ഇപ്പം നമ്മൾ നിങ്ങളുടെ ഈ പ്രോജക്റ്റിനുള്ള 100% സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചേച്ചി, നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA അഡിക്റ്റ് ആയ കാര്യം പറയുന്നത്. അപ്പോൾ കുറച്ച് ഭീകരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എല്ലാവരും അറിയുന്നുണ്ട് അല്ലേ? അതെ, ഭീകരം തന്നെയാണ്. ആക്ച്വലി ഈ സംഗതികൾ നമ്മൾ പേരൻസ് ആണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത്. മക്കൾ ഏത് വഴിക്ക് പോകുന്നു എന്താന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അവരെ സങ്കടങ്ങളും, സന്തോഷം മാത്രമല്ല സങ്കടങ്ങളും നമ്മൾ അറിയണം. തിരിച്ചറിഞ്ഞ് അതിനെ അവരെ ആ തെറ്റിയ വഴിക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എന്താണെങ്കിലും അവരെ നല്ല രീതിയിൽ നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സപ്പോർട്ട് വേണം. നാടും വീടും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയാൽ നടക്കുള്ളൂ. അതെ, എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്താൽ മാത്രം പോരാ. ഇനി ഇപ്പൊ നമ്മൾ ലേറ്റായി കൂടാ. അതെ ലേറ്റായി കൂടാ. കുഴപ്പമില്ല, പറഞ്ഞു.
അല്ല എസ് കെ വന്നിട്ട് ഓക്കെ. താങ്ക് യു ഒന്നുകൂടെ കൊടുത്തു. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിവിടെ നിൽക്കുന്നത് വയനാട് എക്സ്പോയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറഞ്ഞ വലിയ ഒരുപാട് പേർ വരുന്നതാണ്. ഒരു ചെറിയ മഴയുടെ അവസ്ഥ നേരത്തേക്ക് ഉണ്ടായിരുന്നു. മഴയൊക്കെ തൽക്കാലം ഒന്ന് മാറി, ചെറുതായിട്ടൊന്ന് മാറി. അത് പേരെന്താ? നജീമുദ്ദീൻ. എന്ത് ചെയ്യുന്നേ? ഞാൻ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലാണ്, ടൈലറാണ്. ഇവിടെ എക്സ്പോ കാണാൻ വന്നോ? എക്സ്പോ കാണാൻ വന്ന വല്ലാത്ത അവസ്ഥ, ഭീകരാവസ്ഥ. എസ്കേനെ കാണാൻ വന്നായിരുന്നു, നിങ്ങൾ ആശ്മിനി കാണാൻ വന്നായിരുന്നു. അപ്പൊ എന്നെ കണ്ടില്ലേ? കണ്ടു. സുഹൈൽ മുഹമ്മദ് നമ്മുടെ എസ്കേനെ കാണാൻ അതിന് സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു വിപത്ത് തടയാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് SKN40. SKN എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിന് 40 വർഷം പൂർത്തീകരിക്കുന്ന ആ നല്ല നിമിഷം ആഘോഷമാക്കുന്നതിന് പകരം നമ്മളൊരു സന്ദേശയാത്ര ഇറങ്ങിയതാണ്. 10 ജില്ലകൾ പൂർത്തിയാക്കി നമ്മൾ നിൽക്കുന്നത് 11ാം ജില്ലയാണ് വയനാട്. നമുക്ക് നേരത്തെയൊക്കെ വാർത്താമുറിൽ നിങ്ങൾ ഈ പറയുന്ന 11 ജില്ലകളും കണ്ട കാഴ്ചകൾ ശരിക്കും പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിച്ചു പോകും. അമ്മാതിലുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അതാണ് ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. വാർത്താമുറിയിൽ കണ്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ നെഞ്ചിൽ കൈവച്ച് പറയാം. ഈ നമ്മൾ കടന്നു വന്ന 11 ജില്ലകളിലും ഏതെങ്കിലും ഒരൊറ്റ ഗ്രാമത്തിൽ പോലും നഗര ഗ്രാമഭേദമില്ലാതെ, മുക്കുമുടുക്ക് ഭേദങ്ങളില്ലാതെ, പഞ്ചായത്ത് ഭേദമില്ലാതെ ഒരൊറ്റ ഇടത്ത് പോലും ഈ MDMA എന്ന് പറയുന്ന മാരക രാസലഹരി, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, തലമുറകൾ നശിപ്പിച്ചു കളയുന്ന ഈ മാരക രാസലഹരി കിട്ടാത്ത ഒരൊറ്റ സ്ഥലം പോലും അത്രമാത്രം അവൈലബിൾ ആണ് എന്നൊരു സാഹചര്യം നമ്മൾ ഈ പറയുന്ന 11 ജില്ലകളിലും കണ്ടു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2025 പുലർന്ന 1ാമത്തെ മാസം മുതൽ നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ എത്രയാണ്, നമ്മൾ കണ്ട കൂട്ടക്കൊലകൾ എത്രയാണ്, നമ്മൾ കണ്ട ഹിംസകൾ, ചോരയൊഴുക്ക്, ലഹരിവേട്ട എത്രയാണെന്ന് കണ്ടാൽ സമാനതകളില്ലാത്ത വണ്ണം നമ്മൾ ഞെട്ടിക്കുന്ന കണക്കുകൾ. 2025 ജനുവരി 1 അല്ലെങ്കിൽ 2024 ഡിസംബർ 31 തന്നെ 15-16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന്, 2 ചെറിയ കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരു യുവാവിനെ കുത്തുകൊന്ന വാർത്ത കണ്ടു. താമരശ്ശേരിയിൽ അമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു മകനെ കണ്ടു. താമരശ്ശേരിയിൽ തന്നെ മറ്റൊരു മകനെ കണ്ടു. തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്ന മറ്റൊരു മകനെ കണ്ടു. 7 മാസം ഗർഭിണിയായ സഹോദരിയുടെ വയറ്റിൽ നോക്കി ചവിട്ടിയ മറ്റൊരു സഹോദരനെ കണ്ടു. അങ്ങനെ ഈ പറയുന്ന ഹിംസകളുടെ ഒക്കെ കാതൽ വേരിലേക്ക് പോയാൽ ഈ പറയുന്ന മാരകമായ രാസലഹരിയാണ് എന്ന കാര്യം നമുക്കൊക്കെ മനസ്സിലാകും. നമ്മളൊരു പോലീസ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോയി. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ CI നമ്മളോട് പറയുന്ന വാർത്ത, ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റ് ആയ കാര്യം പറയുകയായിരുന്നു. അവൻ ഏതെങ്കിലും ഡിഗ്രി വിദ്യാർത്ഥിയല്ല, അവൻ ഏതെങ്കിലും +2 വിദ്യാർത്ഥിയല്ല, അവൻ ഏതെങ്കിലും 10ാം ക്ലാസ് വിദ്യാർത്ഥിയല്ല, കേവലം 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥി ലഹരിക്ക് അടിമയായ കാര്യം പറയുകയായിരുന്നു. അപ്പോ ഈ തറാപറ എന്നൊക്കെ പഠിച്ച് കൂട്ടക്ഷരം പഠിക്കേണ്ട പ്രായത്തിൽ MDMA മൂക്കിൽ വലിച്ചു കയറ്റാൻ അവൻ ശീലിച്ചുവെങ്കിൽ ഉറപ്പായും നമ്മൾ നിൽക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. നമുക്കിനിയും അങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ വല്ലാത്ത ഭീകരാവസ്ഥയാകും. നമ്മുടെ തലമുറകളെ നമുക്ക് നഷ്ടമാകും. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചിതയൊരുക്കുന്നതും കബർ പൊട്ടുന്നതും കാഴ്ച അത്ര സുഖകരമായ കാഴ്ചയല്ല, വേദനയുടെ കാഴ്ചയാണ്. അപ്പൊ ആ വേദനയുടെ കാഴ്ച നമുക്ക് ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ എന്ന കാര്യം ഒരു തർക്കം നമുക്കറിയാം. നമ്മൾ പല ദുരന്തങ്ങൾ കടന്നു വന്നവരാണ്. നമ്മളൊരു മഹാപ്രളയം കടന്നു വന്നതാണ്, കോവിഡ് എന്നുള്ള പ്രളയം കടന്നു വന്നതാണ്. നമ്മൾ നിൽക്കുന്ന വയനാടാണ്. നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. SKN ഇവിടെ നടക്കുന്ന ഈ എക്സ്പോ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വയനാട് ജില്ലാ കമ്മിറ്റി ആ വയനാടിനെ ഉജ്ജീവിപ്പിക്കാൻ, ആ വയനാടിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നടത്തുന്ന ഭഗീരഥ പ്രയത്നങ്ങളുടെ ഭാഗമായി ഒരു വയനാട് ഫസ്റ്റ് 6 മാസമായി നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞു എന്നുള്ള. അപ്പോ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ വയനാട് ജില്ലാ കമ്മിറ്റിക്ക് അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇങ്ങനെ നടന്നു വരുന്ന പല പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് ഇനിയും ഇത് കാത്തിരുന്നുകൂടാ എന്ന് പറയുമ്പോൾ പോലും ചുറ്റും മൊത്തം അന്ധകാരമാണ് എന്ന പൂർണ്ണാർത്ഥത്തിലുള്ള നെഗറ്റീവ് തോട്ടിലേക്ക് പോകാനും പാടില്ല. കാരണം നമ്മളങ്ങനെ സ്തംഭിച്ചു നിന്നാൽ, നമ്മളങ്ങനെ സപ്തനാടുകൾ തളർന്നു നിന്നാൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവില്ല. നമ്മൾ പലയിടത്തും പോസിറ്റീവ് കാഴ്ചകൾ കണ്ടു. കോട്ടക്കലിൽ അങ്ങാടിപ്പുറത്ത് നമ്മൾ അമ്മമാരുടെ ഒരു മദേഴ്സ് ആർമി കണ്ടു. 500ഓളം അമ്മമാർ ആർജവത്തോടെ ഞങ്ങളുടെ മക്കളെ ഈ ലഹരി മാഫിക്ക് വിട്ടുതരില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കണ്ടു. എങ്കക്കാട് ഒരു ചെറുപ്പക്കാരൻ, പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറുപ്പക്കാരൻ ആർജവത്തോടെ പറയുന്നത് കേട്ടു, ഈ ഗ്രാമത്തിൽ നിന്ന് ഒറ്റൊരാൾ പോലും MDMA ഉപയോഗിച്ചു എന്നുള്ള വാർത്ത 24-ൽ വരില്ല എന്ന് ഞങ്ങളുടെ ഉറപ്പാണ്. രാജ്യാതിർത്തികളിൽ സൈന്യം കാവൽ നിൽക്കുന്നത് പോലെ ഈ ഗ്രാമത്തിന്റെ അതിർത്തികളിൽ ഞങ്ങൾ യുവാക്കൾ ഈ നാടിന് കാവൽ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് കേട്ടു. ഇപ്പോൾ നിങ്ങളെ കാണുന്നു. ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും ഞങ്ങൾ പോകുന്ന കോളേജുകളിൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളുടെ ഈ പറഞ്ഞ ലഹരിപ്പിടുത്തത്തിൽ നിന്ന് നാടിനെ കാക്കണം എന്ന ആത്മവിശ്വാസത്തിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ വലിയ ആവേശം ഈ പറയുന്ന അന്ധകാരത്തിനിടയിലും ഒരു പോസിറ്റീവ് ലക്ഷണമാണ്. നമ്മൾ ഉറപ്പായും ഈ കാലത്തെയും ഈ കെട്ടകാലത്തെയും അതിജീവിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷെ നമ്മൾ ജാഗ്രതയോടെ
ജാഗ്രതയോടെ ഇരിക്കണം എന്നത് ഈ കാലത്തിന്റെ സന്ദേശമാണ്. അപ്പൊ നമ്മൾ ഇത് 11ാം ജില്ല, അങ്ങനെ ജില്ലകൾ പൂർത്തീകരിച്ച് നമ്മൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് സമാപന സമ്മേളനം. കോഴിക്കോട് കടപ്പുറത്ത് അവിടെ ആർത്തലയ്ക്കുന്ന കടലിന് സമാന്തരമായി നമ്മൾ ഒരു മനുഷ്യ മഹാസാഗരം തീർക്കും. ആ മനുഷ്യ മഹാസാഗരം ഈ പറയുന്ന ലോകത്തിന്റെ ഏതോ മൂലക്കിരുന്നുകൊണ്ട് ഇതൊക്കെ നിയന്ത്രിക്കുന്ന വലിയ ഡ്രഗ് കാർട്ടലുകളോട്, ഇപ്പൊ ഇന്ന് ഗുജറാത്തിൽ പിടിച്ചത് 1800 കോടിയുടെ ലഹരിയാണ്. 1800 കോടി. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊക്കെ 1800 കോടി എന്ന് പറഞ്ഞാൽ അതൊക്കെ നാടിന്റെ നാനാഭാഗത്തേക്ക് ഒഴുകേണ്ടതാണ്. കേരളത്തിലേക്കൊക്കെ ഒഴുകി വരേണ്ട ലഹരിയാണ്. അതിന്റെ ആരാണ് കൾപ്പിറ്റ്സ് നമുക്കറിയില്ല, ആരാണ് പിന്നിൽ ഇപ്പോഴും അവ്യക്തമാണ്. ഗുജറാത്തിൽ തന്നെ നേരത്തെ പിടികൂടി 1800 കോടിയുടെയും ആകെ 2 പേർ പിടിയിലായതല്ലാതെ അതിന്റെ ബ്രെയിൻ, അതിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് അവിടെ നിന്നുകൊണ്ട് 1 ലക്ഷം മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് ഈ പറയുന്ന രാസലഹരി വേണ്ടേ വേണ്ട, അവർ കേരളം വിട്ടുപോകണം എന്ന പ്രഖ്യാപനത്തിൽ അവരുടെ സാമ്രാജ്യങ്ങൾ വിറയ്ക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. വേണ്ടേ വേണ്ട രാസലഹരി എന്ന മുദ്രാവാക്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദം നിർണായകമാണ്. ശബ്ദം ആ കൂട്ടായ്മയ്ക്ക് മുതൽക്കൂട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നിങ്ങളെല്ലാവരെയും വിനീതരായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. താങ്ക്സ്. ഞാൻ ടി സദ്യക്ക് MLA 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കാം. കേരളത്തിൽ SKN നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള മുഖപരിചയമുള്ള കുടുംബത്തിലെ ഓരോ വീട്ടിലെയും കുടുംബത്തിലെയും ഒരംഗമാണ് പ്രിയപ്പെട്ട ശ്രീ SKN. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു മാധ്യമ പ്രവർത്തനം, ലോകത്തെ ഒരു മാധ്യമ പ്രവർത്തകനും നടത്താത്ത ഒരു വലിയ സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിസത്തെ ഏറ്റവും സോഷ്യൽ ആപ്റ്റിറ്റ്യൂഡുമായി കോർത്തിണക്കി അദ്ദേഹം നടത്തുന്ന ഈ യാത്ര കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തെ ഇന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയും വരാനിരിക്കുന്ന തലമുറയും എല്ലാവരെയും ഉറക്കിക്കിടത്തുന്ന ഈ മാരകമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വലിയ രീതിയിൽ ഊർജം പകരും എന്ന് തുടക്കത്തിലെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനും അഭിവാദ്യം ചെയ്യാനും ഈ കൽപ്പറ്റയിലേക്ക് സ്വാഗതം ചെയ്യാനും ആഗ്രഹിക്കുകയാണ്. ഈ വിഷുദിനത്തിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ടയാളാണ് SKN. അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാതെ പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയതായ കറുപ്പിനെ മാറ്റാനുള്ള പോരാട്ടത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയാണ്. അവിടെയാണ് SKN മറ്റുള്ളവ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി മാറുന്നത്. ഞാൻ 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ പഞ്ചായത്ത് പോലും പറയുന്നില്ല, പറയാതിരിക്കുന്നത് ചിലപ്പോ അത് ഐഡന്റിഫൈ ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ മേപ്പാടിയിലൂടെ യാത്ര ചെയ്യാണ്. മേപ്പാടി പഞ്ചായത്താണോ എന്ന് ചോദിച്ചാൽ മേപ്പാടി പഞ്ചായത്തല്ല, അങ്ങനെയും കരുതരുത്. ഒരു പ്രായമുള്ള ഒരാൾ മറ്റൊരാളുടെ സഹായത്തോടുകൂടി നിങ്ങൾ എവിടെയുണ്ടാകും എന്ന് ചോദിച്ച് ഇന്ന സമയത്ത് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഒരു അപേക്ഷയുമായി വന്നിരിക്കുക. ആ അപേക്ഷയിൽ പറഞ്ഞത്, മകനെ നിങ്ങൾ പോലീസിൽ ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോകാനുള്ള നടപടിയെടുക്കണം എന്നാണ്. അതിൽ എനിക്ക് പുറത്തു പറയാൻ പറ്റാത്തതായ ഒരു പ്രശ്നം കൂടെ അതിൽ വന്നു. ആ പയ്യൻ കുറച്ച് മാനസികമായിട്ടുള്ള വൈകല്യമുള്ളതാണ്. അതിന്റെ കൂടെ അവൻ നാർക്കോട്ടിക്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തപ്പോ വീട്ടിൽ നിർത്താൻ കഴിയാത്ത ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെ അവർ ഫേസ് ചെയ്യാൻ. ഞാൻ ഉടനെ മേപ്പാടി CIയെ വിളിച്ചു. അനുബന്ധമായ സംവിധാനങ്ങളെ കോർത്തിണക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻസ് നടത്തുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇടയിൽ ഇപ്പൊ വയനാട് ഒരു ട്രാൻസിറ്റ് ഹബ്ബാണ്. വയനാടിന്റെ കണക്റ്റഡ് സ്ഥലങ്ങൾ, എന്റെ നിയോജകമണ്ഡലത്തിന്റെ ഒരു ബോർഡർ വരുന്നത് തമിഴ്നാടാണ്, ഊട്ടിയോടടുത്താണ്. നേരെ ബത്തേരി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ കണക്ടിവിറ്റിയാണ്. ഒരു ഭാഗത്ത് ബാവലി അടക്കമുള്ള, ഒരു ഭാഗത്ത് മുത്തങ്ങ അടക്കമുള്ളതായിരിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ ഓരോ ഭാഗത്തായി കിടക്കുകയാണ്. ഈ ട്രാൻസിറ്റ് ഹബിൽ കേരളത്തിൽ പിടിക്കപ്പെട്ടതായിരിക്കുന്ന നാർക്കോട്ടിസത്തിന്റെ അറൌണ്ട് 30-40% ഇവിടെ പിടിച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള ആളുകളല്ല ഏറിയ പങ്ക് ആളുകളും പുറത്തുള്ളവരാണ്. ഇവിടെയുള്ള ആളുകൾ കുറവാണ്. പക്ഷെ പിടിക്കപ്പെട്ടതിൽ MDMA, കൊക്കൈൻ, ഹാഷിഷ് ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ എല്ലാ രൂപങ്ങളും ഇവിടെ നിന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാശ്വാസം എന്താ എന്ന് ചോദിച്ചാൽ, ട്രൈബൽ ഉന്നതികളെ ഇത് സീരിയസ് ആയി നിലവിൽ ബാധിച്ചിട്ടില്ല. ഞാനിതിന്റെ അസസ്മെന്റ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പേയും അതിന്റെ റിവ്യൂ മീറ്റിംഗ് വളരെ സീരിയസ് ആയി ITDP ഓഫീസർ പ്രമോദും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറും പോലീസ് DYSP ഉൾപ്പെടെയുള്ള ഫുൾ ടീമിനെ വെച്ചുകൊണ്ട്, വിദ്യാഭ്യാസ ഓഫീസർമാരും വെച്ചുകൊണ്ട് ഒരു അവലോകനം ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തിയതാണ്. ഞങ്ങളൊരു പ്രോഗ്രാം കൂടെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ പാകപ്പെടുത്തലുള്ള നടപടികളിലാണ് ഇന്നിപ്പോ മൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്,
നിലവിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത് കിടക്കുകയാണ്. മാർക്കറ്റുകളിൽ, സ്കൂളുകളിൽ, വാഹനങ്ങളിൽ, അതുപോലെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ബന്ധപ്പെടുന്ന പലയിടങ്ങളിലും ഇത് പതിയിരിക്കുകയാണ്. മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ സംശയത്തോടുകൂടി നമ്മൾ ആ മക്കളെ നോക്കിക്കാണേണ്ട, ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്, നിങ്ങളുടേതല്ല, നോക്കിക്കാണേണ്ട ഒരു വല്ലാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിന് നമുക്ക് അന്ത്യം കുറിച്ചേ പറ്റൂ. ഹാഷ്മി പറഞ്ഞു 1800 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രസ് ഇന്ന് ഗുജറാത്തിൽ പിടിക്കുമ്പോൾ അത് എത്രത്തോളം ഇന്ത്യ രാജ്യത്തേക്ക് ഓരോ സമയത്തും കൊണ്ടുവരികയാണ്, അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുകയാണ്. ഈ വയനാട് ജില്ലയിൽ 204 എക്സൈസ് ഓഫീസർമാരാണ് 3 റേഞ്ചുകളിൽ. ആ 204 എക്സൈസ് ഓഫീസർമാരിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു കേസ് പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ 5-10 വർഷങ്ങൾ, ചുരുങ്ങിയൊരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫോളോ നടത്തി മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വാഹനത്തിൽ വന്ന് അടിച്ച് തെറിപ്പിച്ച് 20 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെന്റ് നടത്തി 5 പല്ല് പോയി ഒരു പോലീസ് ഓഫീസർ ഈ വയനാട് ജില്ലയിൽ കിടക്കുന്നുണ്ട്. ഇവർ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാനസികാവസ്ഥയാണ്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ഈ സമയത്ത് നമ്മൾ കേരളത്തെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ചെറുപ്പത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്ത് വില കൊടുത്തു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 4 റൗണ്ട് മീറ്റിംഗ് കഴിഞ്ഞു. നമ്മളൊരു വലിയ ഫ്രെയിം വർക്കിലാണ്. ഇവിടെയുള്ള കുടുംബശ്രീ, ഇവിടെയുള്ള റെസിഡൻസ്, ഇവിടെയുള്ള യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഇവിടെയുള്ള PTA, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP, LP അടക്കമുള്ള സ്കൂളുകൾ, ഇവിടെയുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, വ്യാപാരി വ്യവസായ സമിതി ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരി സംഘടനകളും മറ്റുള്ള സംഘടനകൾ, ഇവരെ മുഴുവൻ കോർത്തിണക്കി ഈ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഒരു ബഹുതല ക്യാമ്പയിനിങ്ങും അതുപോലെ എല്ലായിടത്തുമുള്ളതായിരിക്കുന്ന ഒരു സർവൈലൻസ് ടീം ഡെവലപ്മെന്റുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ സ്കൂളുകളിൽ ഉണ്ടാകും, അത് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും, ജാഗ്രതാ സമിതികൾ ഉണ്ടാകും, എല്ലാ തലത്തിലും ഉണ്ടാകും. ഹോപ്പ് എന്ന് പറയുന്ന ഒരു വലിയതായിരിക്കുന്ന കൺസെപ്റ്റ് അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരുന്നു. ആ ഡെവലപ്മെന്റിൽ പൊതുസമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇടപെടലും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ പൊതുസമൂഹത്തെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് നാടിനെ രക്ഷപ്പെടുത്താനുള്ള ഈ ജനകീയ പ്രതിരോധത്തിന്റെ പോരാട്ടത്തിൽ SKN എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട്, ചെറുതല്ല നമ്മൾ നേരിടുന്ന വെല്ലുവിളി, ചെറിയ വെല്ലുവിളിയല്ല, വലിയ നീരാളി കയത്തിലാണ് നമ്മൾ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കോഴിക്കോട് വന്ന ഒരു അധ്യാപക സംഘടനാ യോഗത്തിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ലഹരി എന്നാണ്. അതിനർത്ഥം എല്ലായിടത്തും എത്തി എന്നുള്ളതാണ്. നമ്മൾ കൈവിട്ടുപോയി, വിട്ടുകൊടുത്തു. നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മുടെ ചെറുപ്പത്തെ, തിരിച്ചു പിടിക്കണം നമ്മുടെ കൗമാരത്തെ. ആ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം സർവതല സ്പർശിയായി നടത്താനുള്ള ആഹ്വാനമാണ് പ്രിയപ്പെട്ട SKNന്റെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ അത് പൊതുസമൂഹം മുഴുവൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ചെറിയ മഴയൊക്കെ ഉണ്ട്, മഴ ചാറുന്നുണ്ട്. എന്തായാലും 2 വാക്ക് സംസാരിക്കാൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐസക് ക്ഷണിക്കാം. ബഹുമാനരെ, നമ്മുടെ സമൂഹത്തെ ഒന്നാകെ നാശത്തിലേക്ക് തള്ളിവിടുന്ന രാസലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടമാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ന്യൂസ് ചീഫ് എഡിറ്റർ SKNന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഈ ഒരു വലിയ ക്യാമ്പയിൻ ഇത് യുണീക്കാണ് എന്ന് പറയാനുള്ള കാരണം, മാധ്യമ ധർമ്മം അത് ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന വളരെ മൗലികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് SKNന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തുന്നത്. ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ജാഗ്രതാ സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ സമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ പേരിന് മാത്രമായിരുന്നത്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അത് നമ്മുടെ രാസലഹരി മാത്രമല്ല, എല്ലാ സ്റ്റിമുലൻസും, അത് ഡ്രഗ്സ്, എല്ലാ സ്റ്റിമുലൻസിനുമെതിരായി, എല്ലാ മദ്യത്തിനെതിരായി ഒരു വലിയ പോരാട്ടമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ജൈത്രയാത്രയായി ഇത് മാറിയിരിക്കുന്നു. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ രജത രേഖ കുറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ യാത്രയ്ക്ക് കൽപ്പറ്റ നഗരസഭയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഇനി മുഖവിരകൾ ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത അബൂ സലീമിനെ 2 വാക്കും പറയാൻ. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായി SKNനെ അഭിനന്ദിക്കുകയാണ്. കാരണം
ഇങ്ങനെ ഒരു യാത്ര, നമ്മൾ പല യാത്രകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ലഹരിക്കെതിരെ ഒരു യാത്ര നടത്തി നമ്മളെ ബോധവൽക്കരിക്കുന്നതിന് ഇവിടെ വന്ന SKനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ് ഈ ഡ്രഗ്സ് ഒഴിവാക്കാനുള്ള പ്രവൃത്തി. അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എല്ലാവരും എന്റെ കടമയാണ് എന്നുള്ള തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് SKക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇപ്പൊ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അതിന്റെ വിറങ്ങലിപ്പിൽ നിന്നും നാടിനെ കരകയറ്റാൻ ഇവിടുത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ 6 മാസമായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോർജിനെ കൂടി ക്ഷണിക്കുകയാണ് 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി വിഷു. നമുക്കറിയാം, നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ വിപത്തിന്റെ മുമ്പിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതിനെ വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് 24 ചാനലും അതോടൊപ്പം SKനും. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തന മേഖലയിൽ 40 വർഷം പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ വലിയ ചലഞ്ചിങ് ഉള്ള ഒരു മേഖലയാണ്. നമ്മുടെ മാറിയ സംസ്കാരത്തോടൊപ്പം തന്നെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാമായി മാറിയ സാഹചര്യത്തിലും ആ മാധ്യമത്തെ വളരെ കരുതലോടുകൂടി നാടിന്റെ വിഷയങ്ങളെ മുൻനിർത്തി സംസാരിക്കുന്നതിൽ എപ്പോഴും 24ഉം അതോടൊപ്പം തന്നെ ശ്രീ SKനൊക്കെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ജനകീയ വിഷയങ്ങളെ എപ്പോഴും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ഈ മാധ്യമമാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ അരുത് അക്രമം, അരുത് ലഹരി എന്ന മുദ്രാവാക്യത്തിലൂടെ കഴിഞ്ഞ കേരളത്തിലെ 10 ജില്ലകൾ പിന്നിട്ട് ഇന്ന് വയനാട്ടിലേക്ക് യാത്ര എത്തുമ്പോൾ എന്താണ് ഈ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വലിയ വിപത്ത് എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ജനസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ യാത്ര കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്റെ യാത്രകൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങളുമായി സംവാദിക്കുമ്പോഴെല്ലാം അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറയുന്നത് അരുത് ലഹരി എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ ഉദ്യമത്തോടൊപ്പം നമുക്കും ചേർന്ന് നിൽക്കാം. 24 ചാനലും SKനും നടത്തുന്ന ഈ യാത്രയ്ക്ക് വയനാട്ടിലെ വ്യാപാര സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഈ ലഹരി മുക്തമായ ഒരു നാട് നമുക്ക് സ്വപ്നം കാണാം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് വന്ന SKനും 24 ടീമിനും ഇവിടുത്തെ വ്യാപാര സമൂഹത്തിന് കീഴിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യാപാര വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ഈ ഹൈദ്രുവിനെ കൂടി ക്ഷണിക്കുകയാണ് 2 വാക്ക്. ബഹുമാനപ്പെട്ട 24 ഈ വയനാട്ടിലേക്ക് വന്നതിന് ആദ്യമായി നന്ദി പറയാണ്. വയനാട്ടിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ലഹരിയുടെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു അനുഭവം ഉണ്ടായി. എന്റെ സ്ഥാപനത്തിൽ വന്നൊരു വ്യക്തിയാണ്. അപ്പൊ നോക്കുമ്പോ പൈസ കാണാണ്ടായിപ്പോയി കേസ് ആക്കി നോക്കുമ്പോ അവന്റെ പോക്കറ്റിലൊരു സാധനം. അങ്ങനെ തന്നെ അവനെ പിടിച്ച് നമ്മൾ അവന്റെ ബന്ധുക്കളെ പറഞ്ഞു. ആ ബന്ധുക്കളായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി. ഇത്തരം കാര്യങ്ങൾ നമ്മളെ വീടുകളിൽ നിന്ന് നമ്മൾ വീട്ടുകാരാണ് നമ്മുടെ മക്കളുടെ പോക്കറ്റുകൾ തപ്പേണ്ടത്. ഓരോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. എല്ലാവരെയും പോക്കറ്റുകൾ തപ്പിയിട്ടാണ് നമ്മൾ ഈ ഒരു യജ്ഞത്തെ വിജയിപ്പിക്കേണ്ടത്. എല്ലാവർക്കും ഈ 24ന്റെ ഈ യജ്ഞത്തെ എല്ലാവരും ആശംസകൾ തന്നുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇനി ഇവിടെ ലഹരിക്കെതിരെ ഒരുമിച്ച് പറയുന്ന മുദ്രാവാക്യം നൊസ്റ്റാൾജിയ 76-77 ബാച്ചിന്റെ SLC ബാച്ച് വന്നിട്ടുണ്ട്. SKM JSP കൽപ്പറ്റ. ഇവിടെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ കൽപ്പറ്റ ഗ്രീൻ റീജിയൻ കൂടിയുണ്ട്. അപ്പൊ സുഹേലോ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ജോസ് കുട്ടി കൂടി ക്ഷണിക്കാം. ഒന്ന് വരാം.
പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ടൈപ്പ് 1 പ്രമേഹത്തെ കുറിച്ച് അറിയാമല്ലോ. അതിന്റെ കുട്ടികളാണ് വരുന്നത്. കുട്ടികൾക്ക് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ ഏതാണ്ട് ഒരു 5500 6000 കുട്ടികൾക്ക് ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എല്ലാ സമയത്തും നടത്തേണ്ട ഒരു സംഭവമുണ്ട് ഈ കുട്ടികൾക്ക്. നമ്മളത് കൂടുതൽ കേട്ടാൽ വലിയ വിഷമം തോന്നും. അപ്പൊ അത് ഒരു ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ലിബ്ര എന്നൊരു സാധനം കുട്ടികളുടെ ശരീരത്ത് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു 5 കുട്ടികൾ, നമ്മൾ കുറേ കുട്ടികൾ കണ്ട ഒരു 500ഓളം കുട്ടികൾക്ക് നമ്മൾ തന്നെ ഈ സാധനം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ 5500 കുട്ടികൾക്ക് ഇത് കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് ആൾക്കാരുടെ സഹായം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു 5 കുട്ടികൾക്ക് നമ്മളിത് കൊടുക്കുക. അപ്പം ടി സിദ്ദീഖ് MLA പറഞ്ഞൊരു കാര്യം, ആഷ്മി, നമ്മൾ വിഷുവായിട്ട് കുടുംബമൊക്കെ വിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി, ചെറിയൊരു ഭേദഗതിയുണ്ട്, കുടുംബം കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് ഇതിന്റെ ആള്, ഈ ഒരു ടൈപ്പ് 1 സ്പെഷ്യലിസ്റ്റാ. അപ്പം ഇതിന് ടൈപ്പ് 1 ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് കുട്ടികൾക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ദിവസത്തേക്ക് നിൽക്കൂ, വീണ്ടും ഇത് മാറ്റണം, വല്ല 14 ദിവസത്തേക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ടൈപ്പ് 1 കുട്ടികളുടെ പാരന്റ്സ് ആണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഉഷ മാഡം ഞങ്ങളുടെ കൂടെ 2019 തൊട്ട് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഈ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ നൽകി കൂടെ തന്നെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടാമെന്ന ഈ വേദിയിൽ വെച്ച് 25 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ 24 കണക്ട് തന്നിട്ടുള്ളത്. അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ 24 ആളുകളാണ്, പ്രത്യേകിച്ച് ഉഷ മാഡം. എല്ലാവർക്കും ശ്രീ SK സാറിനൊക്കെ ഞങ്ങളുടെ രക്ഷിതാക്കളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു വാചകം വേണേ പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാല് ഈ നാട്ടുകാരുടെ ഒരു സ്നേഹം, അവരുടെ ഒരു വയനാട്, പ്രത്യേകിച്ച് വയനാട്, മലപ്പുറം തൊട്ടേ നമുക്കത് ഫീൽ ചെയ്തു. മലപ്പുറം അടുത്തത് എവിടെയായിരുന്നു നമ്മള്? ആണ് പ്രത്യേകിച്ച് ഇവിടുത്തെ വയനാടുകാരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു അറ്റാച്ച്മെന്റ്, അവരുടെ ഫാമിലിയിലെ ഒരാളെ കാണുന്ന പോലാണ് SKനെ കാണുന്നതും, അവരുടെ ഒരു സ്നേഹ സാന്നിധ്യമെല്ലാം, അത് ഭയങ്കര സന്തോഷം. പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഈ ടൈപ്പ് 1 ഡയബറ്റിക്, അത് നമുക്ക് എന്താണ് ഈ 25 ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ല. അവർക്ക് ഒരു സെൻസർ ഒട്ടിച്ചാൽ 14 ദിവസത്തേക്കേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പിന്നെയും എന്താണെന്നുള്ളത് അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ, പ്രിയപ്പെട്ട ടി സിദ്ദീഖ് MLA, പ്രിയപ്പെട്ട അബ്ദുൽ സലീം, വ്യാപാരി വ്യവസായി പ്രസിഡന്റ്, എന്തായാലും ഈ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യം, വളരെ ക്രമേണ കൊണ്ട് വയനാട് അതിന്റെ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി പോകുന്നു എന്നുള്ള സന്തോഷമുണ്ട്. ടി സിദ്ദീഖ് MLA ഒക്കെ എടുക്കുന്ന സ്ട്രെയിൻ നമുക്ക് മനസ്സിലാകും. കാര്യം ഇതിന്റെ ഈ നാടിന്റെ ഒരു പഴയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നു. തീർച്ചയായിട്ടും ആ ശ്രമത്തിന് പിന്നിൽ 24 പൂർണ്ണമായിട്ടും ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളവിടെ തുറത്തും ഉണ്ടാകും. അപ്പൊ ഈ SLC ബാച്ച് SKMJ ഹൈസ്കൂൾ കൽപ്പറ്റ, ഇവിടെയാണ് അബു സലീം പഠിച്ചതെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാണെന്ന് പറയുന്നു. അതുപോലെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ കൽപ്പറ്റ, എനിക്കൊന്ന് ഗ്രീൻ റീജിയൻ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെല്ലാരും ഒരുമിച്ച് പോരാടണം. അപ്പൊ ഞാൻ ഈ യാത്രകൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടെന്നായിരിക്കും ഈ ശബ്ദമൊക്കെ കുറച്ച് അടച്ചു തുടങ്ങി. എന്നാലും കുഴപ്പമില്ല. നമ്മളെ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു യാത്ര നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
ഒരു ദിവസം ഈ വാർത്താമുറിയിൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൊലപാതകങ്ങൾ വായിക്കുക. ഞാൻ ചെയ്യുന്ന ഈ മോർണിംഗ് ഷോ ഒക്കെ കാണുന്ന നിങ്ങൾക്ക് അറിയാം, 7 മണിക്ക് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വന്ന് നിൽക്കുമ്പോൾ ഈ കൊലപാതകമൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ സ്വീകരണ മുറിയിലേക്ക് തള്ളിവിടുക നമുക്ക് മനപ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് വാർത്തകൾ മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം 14 കൊലപാതകങ്ങൾ 2 മണിക്കൂറിനകം ഞാൻ വായിച്ചു തീർത്തു. 7 മണിക്ക് 9 മണിക്കൂറിൽ 14 കൊലപാതകങ്ങൾ. അപ്പൊ അടുത്ത 1 മണിക്കൂർ ഞാൻ 10-10:30 മണിവരെയൊക്കെ നിൽക്കും. ആ 1 മണിക്കൂറിൽ ഇനിയൊരു 16 കൊലപാതകം വരുമെന്ന് പേടിച്ചിരിക്കും. ഭാഗ്യത്തിന് പിന്നെ ഉണ്ടായില്ല. എന്നാലും 14 കൊലപാതകങ്ങൾ. അപ്പൊ ഞങ്ങൾ പരസ്പരം ചോദിക്കുകയായിരുന്നു, എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയധികം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്? അത് നേരത്തെ ഈ വാർത്താ ചാനലുകൾ ഇങ്ങനെ മത്സരിക്കാത്ത കാലത്ത് ആളുകൾ അറിയാതെ പോയതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, 70 കൊലപാതകങ്ങൾ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങൾ MDMA കഴിച്ച കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 600 കേസ് പോലീസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതിൽ 15% പെൺകുട്ടികളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. നമ്മൾ നടത്തിയ യാത്രയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഇതിൽ നിന്ന് മുക്തമല്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ഈ MDMA പോലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, MDMA എന്ന രാസലഹരി നിങ്ങൾ നിരന്തരം ഒരു 8-10 തവണയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു മനോരോഗിയെ പോലെ നിങ്ങളായി മാറും. മനോരോഗിയെക്കാളും കഷ്ടമായിരിക്കും. എന്നുവെച്ചാൽ സ്വന്തമായി താൻ ചെയ്യുന്നത് എന്തെന്നറിയാത്ത ഒരാളാണ് മനോനില നഷ്ടപ്പെട്ട ഒരു മനോരോഗി എന്ന് പറയുന്നത്. എന്നാൽ അതിനും കടുപ്പമാവും. അതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ നേരെ അവരുടെ പള്ളയ്ക്ക് കത്തി കയറ്റാനും ഒക്കെ തീരുമാനിക്കുന്നത്. അമ്മമാർക്ക് ഇപ്പൊ കണ്ണീരാണ്. എത്രയോ നാടുകളിൽ ആറന്മുള ക്ഷേത്ര വരാന്തയിൽ വെച്ച് ഒരു അമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇത് ഈ അമ്മമാർക്ക് ഉത്കണ്ഠയാണ്. കാരണം വൈകുന്നേരം കൂട്ടുകാരും കൂടി പുറത്തേക്ക് പോയി വരുന്ന മകൻ തിരിച്ചു വരുമ്പോൾ അവൻ കൊലക്കത്തിയുമായിട്ട് കയറി വരുമോ, തൊട്ടയലത്ത് താമസിക്കുന്ന MDMA അഡിക്റ്റ് ആയവൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി വരുമോ, ഇങ്ങനെ ആളുകൾ വല്ലാത്ത ഒരു ടെൻഷനിലാണ്. MDMA കഴിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ആയുസ് 7 കൊല്ലമായി ചുരുങ്ങും. 7 കൊല്ലമായി ചുരുങ്ങുമെന്ന് മാത്രമല്ല, പലപ്പോഴും അയാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കും. അയാൾക്ക് ഒരു ക്വാളിറ്റി ലൈഫ് എന്നൊരു സാധനം കാണത്തില്ല. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ടി സിദ്ദീഖ് MLA പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ താമസിച്ചുപോയി, നമ്മുടെ കൈവിട്ടുപോയി. വയനാടിലൂടെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളിദ്ദേഹം പറഞ്ഞ ആ പള്ളി ട്രാൻസിറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പൊ ഒരാള് നമ്മുടെ തന്നെ ഒരു VPയോട് വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞ കാര്യം, ഒരുവൻ പറയാണ്, മലയാളിയാണ്, 1 മണിക്കൂർ വേണേ സാധനം എത്തിച്ചേരാന്ന് പറഞ്ഞു. അവിടെ നന്നായിട്ട് MDMA-കാരൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തന്റെ വിരല് പിടിച്ചങ്ങ് തിരിച്ചു ആൾക്കൂട്ടത്തിൽ വെച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു MDMA-കാരൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. കാരണം അവനെതിരായിട്ടല്ലേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുപാട് മലയാളികൾ ആ ബോർഡർ കടന്നു വരുന്നു. ഞാനപ്പോ നോക്കിയപ്പോ എക്സൈസിന് അവിടെ ഒരു സൗകര്യങ്ങളും ഇല്ല. അവർക്ക് അവിടെ രാവിലെ 6 മണിക്ക് പോയി രാത്രി 7-8 മണി വരെ അവരവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് റെഡിയാണെങ്കിൽ, MLA കൂടി ഇടപെടുകയാണെങ്കിൽ, അവിടെ റെഡിയാണെങ്കിൽ ഈ എക്സൈസ് സ്റ്റാഫിന് നിൽക്കാനുള്ള കെട്ടിടം 24 കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത്ര മോശപ്പെട്ട അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവരെങ്ങനെയാണ് അവിടെ നിന്ന് ജോലി എന്നറിയില്ല. മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവര് ഒരു അന്തർദേശീയ മാഫിയ സംഘത്തിന്റെ തണലിൽ വളരുന്ന വൃത്തികെട്ട നരാധമന്മാരാണ്. ഇവർ എന്ത് ചെയ്യും? ആളുകളെ വണ്ടിയിടിച്ചു കൊല്ലും, കഴുത്തറുത്ത് കൊല്ലും. മാത്രമല്ല, നമ്മുടെ കുട്ടികളെ കാരിയറാക്കുന്നു. നമ്മൾ പല സ്കൂളുകളിലും കോളേജുകളിലും കണ്ടു. ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നപാടെ നാട്ടുകാർ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ വാർത്താമുറിയിലേക്ക് ഇവിടെ നിന്നൊരു MDMA-കാരന്റെ കഥ വരില്ലെന്ന് പറയുന്നു. അത്രയും സന്തോഷം. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ കേരളത്തെക്കാളും എത്രയോ അപകടം പിടിച്ചതാണ് നമ്മുടെ കേരളം എന്ന് ഞാൻ അറിയുന്നു. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ വേറെ രീതിയിൽ അതിനേക്കാളും വലിയ ദുരന്തത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. ഒരു കാര്യം ധൈര്യമായി നിങ്ങൾ വിശ്വസിച്ചോളൂ, കോവിഡിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. നിങ്ങൾക്കറിയാവുന്നതല്ല, ഈ ഉറവിടങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു പോയി തകർന്ന് തരിപ്പണമാക്കിയാലും, ഇപ്പൊ കർണാടക സർക്കാരിന്റെയൊക്കെ ഒരു പിൻബലത്തോടെ ഉറവിടങ്ങൾ തകർത്താലും ഇതിൽ അഡിക്റ്റായി പോയ കുറച്ച് കുട്ടികളുണ്ട്. അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഈ യാത്രക്കിടയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ഒരു 10-22 വയസ്സേ വരും. ഈ ചെറുപ്പക്കാരൻ കുറെ നാളായി ഈ രാസലഹരി, സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അയാളെ കണ്ടു നമ്മൾ പേടിച്ചു പോകും. കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. അവനെ ഒട്ടം തെറ്റി ആകെ അവന്റെ ഷേപ്പൊക്കെ ആകെ മോശമായി, കൈയും കാലും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നമ്മളെ കാണും വല്ലാത്ത പേടിയിൽ ഭയചകിതമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവന് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ എങ്ങനെയാണ് 10 വയസ്സുകാരൻ 12
വയസ്സുകാരെ സഹോദരിക്ക് MDMA കൊടുക്കുക. അതുപോലെ കുളിമുറിയിൽ നിൽക്കുന്ന സഹോദരിയുടെ പടമെടുത്ത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുക. വെഞ്ഞാറമൂടിൽ ഒരുവൻ കണ്ടില്ലേ, ഒരു ഒറ്റ ചുറ്റി കൊണ്ട് 6 പേരുടെ തിരുനെറ്റിയിൽ അടിച്ച് 5 പേരെ കൊലപ്പെടുത്തിയിട്ട് നേരെ കുടിച്ചു കുട്ടപ്പനായി പോലീസ് സ്റ്റേഷൻ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നില്ലേ. ഇതൊക്കെ രാസലഹരി ഉപയോഗിക്കാത്ത ഒരാൾ എങ്ങനെ ചെയ്യും? ഞാനൊരു എറണാകുളം സൈഡിലുള്ള സിദ്ദിഖിക കേട്ടിട്ടുള്ള ഒരു ഭീകരനായ ഒരു കൊലപാതകയോട് ഒരിക്കൽ ചോദിച്ചു. അയാള് 16 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാളൊരു 10,360 കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 500 രൂപയ്ക്ക് വരെ കൈവെട്ടുന്ന ഒരു കക്ഷിയാണ് അയാൾ. ആള് സഹൃദയന, ഒരു പൈസയില്ല 500 രൂപ കൈവിട്ടും പുള്ളി. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് ഉണ്ട് കൊച്ചിയിൽ. അപ്പൊ അയാളോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, ചേട്ടാ എങ്ങനെ ഈ പച്ചമാംസത്തിൽ ഇങ്ങനെ കത്തി കയറ്റാൻ തനിക്ക് കഴിയുന്നത് എന്ന് ചോദിച്ചു. കാര്യം പൂയപ്പുര സെൻട്രലിൽ 14 കൊല്ലം കിടന്നിട്ടും അയാളുടെ മനസ്സിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ് ഞാൻ. കത്തി കയറ്റണേ ആദ്യം LSD, ചരസ്, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള നല്ല സാധനങ്ങൾ ഉള്ളിലൊക്കെ കയറി ഞാനല്ലാതായാലും ഞാൻ കൊലക്കത്തി കയ്യിലെടുക്കും, എന്നാലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അയാൾ പറഞ്ഞത്. അയാളുടെ പെർഫോമൻസ്. അപ്പൊ ഇതേ അവസ്ഥയാണ് നമ്മുടെ കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് അമ്മമാരും ഉമ്മമാരും ഒക്കെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ സ്കൂളിലേക്ക് പോകണം. രക്ഷകർത്താക്കൾ ചെന്ന് അന്വേഷിക്കണം. കുട്ടികളെ അന്വേഷിച്ചില്ലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവന് ആരുമായിട്ട് ആ കമ്പനി അടിക്കുന്ന അറിയില്ല. പിന്നെ മാത്രമല്ല സിന്തറ്റിക് ലഹരിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ സാറിന് കള്ളു കുടിച്ചിട്ട് വന്ന് കയറി വരുന്നവനെ വീട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന്റെ ഗന്ധം കാണും, ഒരു വാടയും കാണത്തില്ല, ദുർഗന്ധമൊന്നും കാണത്തില്ല. സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച ഒരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതും ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് ഇതിന്റെ 4 ഇരട്ടി പോലീസും 4 ഇരട്ടി എക്സൈസും കാര്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ, ജനങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ കഴിയൂ. ഞാൻ സംസ്ഥാന മുഖ്യമന്ത്രിയുമായി നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്ന ദിവസം ഒരു ലൈവ് ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്തു. അത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ യാത്രക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു റിപ്പോർട്ടായി എങ്കിൽ തരും. സാധാരണ തരുന്ന റിപ്പോർട്ടായിരിക്കില്ല, അതിന് 2 ഭാഗമായിരിക്കും. ഒരു റിപ്പോർട്ട് എന്ന് ജനങ്ങളെ കാണിക്കാവുന്ന റിപ്പോർട്ട്, രണ്ടാമത്തെ കോൺഫിഡൻഷ്യൽ. അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളും അവർക്ക് പിൻബലം നൽകുന്ന ജന്മികളും പണക്കാരും കോടീശ്വരന്മാരും അവരെ കളച്ചിത്രം സഹിതം കോൺഫിഡൻഷ്യലായ റിപ്പോർട്ട് അങ്ങേക്ക് തരും. അതുപോലെ കേരളത്തിലെ ഉറവിടങ്ങൾ എവിടെയാണ്, കേരളത്തിൽ ആരാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത്, എവിടേക്കാണ് എക്സൈസിന് റെയ്ഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള വിലപ്പെട്ട കോൺഫിഡൻഷ്യൽ രേഖകൾ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടിന് 2ാം ഭാഗം കൂടി അങ്ങേക്ക് തരും. ഒരു വാർത്താ സംഘത്തിൽ ഒരു ഗവേഷണ വിഭാഗം, ഒരു R&D നമ്മുടെ കൂടെയുണ്ട്, നമ്മളോട് സഞ്ചരിക്കുന്നുണ്ട്. അവർ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. ഉറവിടങ്ങൾ തേടി അവർ നടക്കുന്നുണ്ട്. പല രഹസ്യങ്ങളും നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം പറയാം, ഈ 11ാമത്തെ ജില്ലകളിലെ പര്യടനത്തിന് 2ാം ദിവസം ഏതാണ്ട് അവസാനിക്കാറാകുമ്പോൾ ഞങ്ങളൊക്കെ വല്ലാതെ വറീഡാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഈ ഒരു യാത്രയുമായി ഇറങ്ങുമ്പോൾ കേരളം ഇത്രയും അപകടം പിടിച്ച വഴിയിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞു എന്ന്. അത്രയ്ക്ക് കൂടുതൽ. ഒരുപക്ഷെ നമ്മുടെ നിയമസഭയിലൊക്കെ ഇത് അവതരിപ്പിക്കപ്പെട്ടാൽ, T. സിദ്ദിഖ് MLA ഇത് അവതരിപ്പിച്ചാൽ വിശ്വസിക്കത്തില്ല MLA മോനെ. അത്ര കൂടുതൽ അപകടം പിടിച്ച രീതിയിൽ കുട്ടികൾ പോയി കഴിഞ്ഞു. ചെറിയ കുട്ടികൾ, നിങ്ങളൊന്ന് ആലോചിക്കും, 9 വയസ്സുകാരനൊക്കെ MDMAക്ക് അഡിക്റ്റ് ആകുന്ന ഒരു കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന ഒരു തലക്കെട്ട് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാടിനെ കുറിച്ച് പുറം ലോകം അറിയുന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഭാവിയിൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇത്തരം MDMA പോലുള്ള സിന്തറ്റിക് ലഹരി ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികളുള്ള സംസ്ഥാനം എന്ന ഖ്യാതി നമ്മളെ പിടിച്ചുപറ്റുകയാണെങ്കിൽ, അതുപോലെ എത്രയോ പ്രതീക്ഷയോടെ വളർത്തുവരുന്ന കുരുന്നുകളെ കൊല ചെയ്യുന്ന നരാധമന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഒരു സിവിൽ അവകാശം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള വിൽപ്പനക്കാർ തൊട്ടയലത്തുണ്ടെങ്കിൽ അവരെ കയ്യോടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കാരണം ഇവരെ ഇങ്ങനെ വിളയാടാൻ വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കേരളം നശിച്ചുപോകും. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പച്ചപ്പുള്ള എനിക്ക് പിറന്ന ഈ മണ്ണ് എങ്ങനെയായി തീരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് നമ്മൾ അന്തിമമായ ഒരു പോരാട്ടത്തിലാണിപ്പോ. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, പ്രോപ്പഗാൻഡ ഞങ്ങൾ ചെയ്യാം, അങ്ങ് എൻഫോഴ്സ്മെന്റ് ചെയ്യൂ. എക്സൈസിനെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും സർവ്വശക്തിയോടെ നിലനിർത്തിക്കൊണ്ട് നന്നായിട്ട് അവരോട് യുദ്ധം പ്രഖ്യാപിക്കൂ. കർണാടക മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ അവരോട് പറയൂ, തമിഴ്നാട് മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ അങ്ങ് പറയൂ. എന്തായാലും ഒരു 3 മാസങ്ങൾക്കകം ഇതിന് അവസാനം കൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളിരുന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരു അപകടാവസ്ഥയിലാണ്. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഇന്ന് ഒരു ദിവസം ഏതാണ്ട് ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് 600-700 ആളുകൾ ഒരു ദിവസം MDMAക്ക് അഡിക്റ്റ് ആകുന്നുണ്ട്. കാരണം ഞങ്ങൾ തന്നെ VP ഇങ്ങനെ ഇന്ന് കണ്ടുമുട്ടിയ ഒരുത്തനോട് ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്യുന്നത്, 3 പെമ്മക്കളുള്ള ഒരു പിതാവല്ലേന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസയും കൂടെ കിട്ടിയാൽ ഞാൻ നിർത്തിയേക്കാന്നാ പറഞ്ഞു.
അപ്പൊ പണമുണ്ടാക്കാൻ വേണ്ടി തൊട്ടയലത്തുള്ള കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന കുറെ വിൽപ്പനക്കാരും എല്ലാം വയനാട് പോലെയുള്ള ഈ സ്ഥലത്തെ ദുരുപയോഗപ്പെടുത്തിയ ഒരു കാരിയർ പോലെ ഈ സ്ഥലത്തെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വയനാടിന് ഇതിന്റെ ഒരു ഹബ്ബായാവാൻ അനുവദിക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ വയനാടിനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കാരണം വയനാടെന്നല്ല, കേരളത്തിലെ ഒരു ജില്ലയും ഇതിനകത്ത് അടിയറവ് പറയരുത്. കാരണം ഇതിന്റെ പേരിലാണ് ഞങ്ങൾ 20-ാം തീയതി ഈ ഞങ്ങളുടെ യാത്ര കോഴിക്കോട് അവസാനിക്കുമ്പോൾ അറബിക്കടലിന്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും 1 ലക്ഷം പേരുടെ പ്രകടനമാണ് നമ്മൾ നടത്തുന്നത് അവിടെ. കാരണം നിങ്ങൾക്കറിയാം, വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് ഇത് നിയന്ത്രിക്കുന്ന കുറെ ശൃംഖലകളുണ്ട്. ഇതിനകത്തെ ശൃംഖലകൾ നിയന്ത്രിക്കുന്ന ഈ മാഫിയ സംഘത്തോട് നമ്മൾ ശക്തിയോടെ വിളിച്ചു പറയും, അവസാനത്തെ നരാധമൻ, ഇത് വിൽക്കുന്നവൻ, ഇത് വിറ്റഴിക്കുന്നവൻ കേരളം വിട്ടുപോകണം. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം മാഫിയ സംഘങ്ങൾ വേര് പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് 1 ലക്ഷം ആളുകൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും. ഈ മാസം 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ AC മുറിയിൽ നിന്ന് വാർത്തയൊക്കെ വായിച്ച് ടി സിദ്ദീഖ് MLA പോലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വാർത്തകൾ തരും. അപ്പൊ ആ വാർത്തകളൊക്കെ വായിച്ച് സായുജ്യമടഞ്ഞ് അവിടെ ഇരുന്നാൽ മതി. എന്നാൽ കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ ആത്മാവ് തേങ്ങുന്ന രീതിയിൽ അമ്മമാരുടെ ചുടു കണ്ണുനീരി മണ്ണിലേക്ക് വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാടിന്റെ ഗതികേടെന്ന് വേണമെങ്കിൽ പറയാം. ഈ നാട്ടിൽ ഇത്തരം അസംബന്ധങ്ങൾ അരങ്ങേറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അണിചേരണം. ഈ 1 ലക്ഷത്തിൽ കുറച്ച് ആളുകളായി നിങ്ങൾ വയനാട്ടുകാരും വരണം, നിങ്ങൾ കോഴിക്കോടേക്ക് വരണം. കാരണം ഈ അവസ്ഥ, ഈ സാഹചര്യം, ഈ കാലാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും നമുക്ക് കഴിയില്ല. നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മളുടെ കുട്ടികൾ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഒരുപാട് പ്രതീക്ഷകളുമായി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ നമ്മളെ തന്നെ നമുക്ക് നേരെ കൊലക്കത്തിയുമായി പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ചില ആളുകൾ വിചാരിക്കും, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം, ചില ആളുകൾ വിചാരിക്കും എന്റെ വീട്ടിലെ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ വരേണ്ട കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. തൊട്ടയലത്തെ MDMA സ്ഥിരമായി കഴിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നട്ടപ്പാതിരാക്കി അവന് വട്ടായി കഴിയുമ്പോൾ അവൻ കൊലക്കത്തിയും കൊണ്ട് നിങ്ങളുടെ വാതിൽ ചവിട്ടി പൊളിച്ച് വീടിനകത്തേക്ക് കയറി വന്നു വരും. ചിലപ്പോൾ നിങ്ങളൊരു പോലീസ് സ്റ്റേഷന്റെ വരാന്ത നിൽക്കുമ്പോഴോ ഒരു സിനിമാ തിയേറ്ററിന്റെ വരാന്ത നിൽക്കുമ്പോഴോ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോഴോ ചെറിയ പയ്യന്മാരായിരിക്കും കൊച്ചുപിച്ചാത്തിയുമായി നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരുപാട് കരുതലെടുക്കേണ്ടി വന്നു. നമ്മൾ കുറച്ച് താമസിച്ചു എന്നതിന്റെ പേരിൽ നമുക്കിനി വെറുതെ കൈയും കിട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. നമ്മൾ ഉണരണം, ഉണർന്ന് പ്രവർത്തിക്കണം. ഒറ്റ ശ്വാസത്തിൽ കോവിഡിനെ നമ്മൾ എങ്ങനെ നേരിട്ടോ, പ്രളയത്തെ നമ്മൾ എങ്ങനെ നേരിട്ടോ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അതിന് നമ്മൾ എങ്ങനെ നേരിടാൻ ശ്രമിച്ചോ, ആ രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും, ഈ കേരളം എന്ന് പറയുന്ന പച്ചപ്പുള്ള മണ്ണിൽ ഒരു നരാധമനും MDMA വിറ്റഴിക്കാൻ നമ്മൾ അനുവദിയില്ല. കർണാടകമോ തമിഴ്നാടോ അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശോ ജാർഖണ്ഡോ ബീഹാറോ ഏത് സംസ്ഥാനത്ത് നിന്നായാലും ഇങ്ങോട്ട് ഈ സാധനം പ്രവഹിക്കാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മുടെ കുട്ടികളെ ഇനി കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകില്ല എന്നൊറ്റ ശബ്ദത്തിൽ നിങ്ങൾ വിളിച്ചു പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയാക്കുന്നു. നിങ്ങൾ വയനാട്ടുകാർ കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും സന്തോഷത്തിനും എല്ലാം നന്ദി. താങ്ക് യു ആൾ. നമ്മുടെ കൃഷ്ണൻ എനിക്ക് വിഷു കൈനീട്ടം തന്നു. കൃഷ്ണൻ കുറച്ച് നേരം വിഷു ആശംസ തരുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. വയനാട് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എല്ലാവരും വരണം, കാണാത്തവരൊക്കെ കാണണം. വല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ MLA ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്. അതായത് 500 കോടി രൂപ മോഹവിലയും 332 രൂപ യഥാർത്ഥ വിലയുള്ള ഒരു കപ്പ. താങ്ക് യു. ചെയർമാൻ ഇങ്ങനെ ഇത്രയും മോഹവിലയുടെ ഒരു കപ്പ് കണ്ടു കാണുന്നത്. ഓക്കെ. നമ്മുടെ അബുസലിം ഇതിടെ വളരെ വിലപ്പെട്ടൊരു സാധനം കൊണ്ടുവന്നിട്ട് കൂട്ടി 500 കോടി മോഹവിലയും 500 കോടി മോഹവില, ഒറിജിനൽ പ്രൈസ് 332 രൂപ. ഇത് ചായ കുടിക്കണം. ഈ കപ്പില് ചായ കുടിക്കണം എല്ലാ ദിവസവും ചായ കുടിക്കുമ്പോ. അതെ. ഓക്കെ. ചെയർമാൻ ഇത് ഞങ്ങളുടെ മോഹവില 500 കോടിയാണ്, പക്ഷെ 32 രൂപ വിലയുണ്ട്. ഓക്കെ. വ്യാപാരി വ്യവസായിക്ക് ഒന്നും പ്രശ്നമായിരിക്കില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും പായസം കുടിക്കല്ലേ? കൃഷ്ണൻ ഒരു കൈ നീട്ടോ, എന്നെ കൈ നീട്ടൊന്നും ഞെട്ടിച്ചില്ലേ? ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അതായത്
മയക്കുമരുന്നിന് ലഹരി കണ്ടെത്തുന്നതിന് പകരം സ്പോർട്സിൽ ലഹരി കണ്ടെത്തുക എന്നൊരു സന്ദേശം ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ഒരു ഓട്ടം ശീലമാക്കിയ ഒരാളാണ് ഞാൻ. ഓട്ടം ശീലമാക്കിയാൽ ലഹരിയിൽ നിന്ന് മോചനം നേടാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും. ഞാനിത് ഡയലോഗ് അടിക്കുന്നതല്ല. കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. 64 വയസ്സായി എനിക്ക്. ഇവിടെ നിന്ന് കോഴിക്കോട് വരെ 70 കിലോമീറ്റർ ഇപ്പോൾ ഓടാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്റെ കൂടെ ഓടാൻ കേരളത്തിലെ ഓരോ ചെറുപ്പക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ അനുഭവക്കുറിപ്പുകളെ ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റിയതാണ്. ഇത് ഞാൻ ബഹുമാനപ്പെട്ട SK സാറിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫുട്ബോളാണ് ലഹരി, നടപ്പാണ് ലഹരി. ഓക്കെ, അങ്ങേക്ക് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ 64. കോഴിക്കോട് വരെ ഓടാൻ പറ്റും. ഈ കപ്പിൽ ചായ കുടിച്ചിട്ട് ഓടിക്കോളൂ. ഒരു ജില്ലാ പ്രസിഡന്റ് ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം. താങ്ക് യു. ആഷ്മി, നമ്മുടെ എംഎൽഎക്ക് പോട്ടെ. MLA എന്തും തിരക്ക് പിടിച്ചേക്കാന്നു. MLA സമയം കളഞ്ഞു. ഓക്കെ.